എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നലെ നമ്മുടെ ഓഫീസ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 എക്സാമൊക്കെ കഴിഞ്ഞു അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു എക്സാമൊക്കെ? നിങ്ങൾക്ക് ഏകദേശം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ആൻസേഴ്സൊക്കെ നോക്കുക, എന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഉപകാരപ്രദമായിരുന്നു എന്നുള്ള കാര്യങ്ങളും കമൻറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കുറച്ച് കൂടുതലായിട്ട് ടാക്സിൽ നിന്നുള്ള പ്രോബ്ലംസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇനിയുള്ള എക്സാമുകളിൽ നമുക്ക് ഈ ഒരു മോഡൽ തന്നെ പ്രതീക്ഷിക്കാം. അധികം അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയാനുള്ള ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ പ്രോബ്ലംസ്, ഇപ്പോൾ ടാക്സിൽ നിന്നുള്ള പ്രോബ്ലംസൊക്കെ കുറച്ചുകൂടി നോക്കണം. പിന്നെ നമ്മുടെ ലേബർ വേരിയൻസ്, അതിൻ്റെയൊക്കെ നമ്മൾ പഠിച്ചതായിരുന്നു കഴിഞ്ഞ തവണ തന്നെ. ജൂനിയർ അക്കൗണ്ടൻറ്റിനൊക്കെ വേണ്ടി പഠിച്ച കാര്യങ്ങളാണ്. പിന്നെ ഹാൽസി പ്രീമിയം പ്ലാൻ്റെ കാര്യങ്ങൾ, അതൊക്കെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു അല്ലേ? പിന്നെ ഒരുവിധം എല്ലാം തന്നെ ഈ ടാക്സിൻ്റെ പ്രോബ്ലംസ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം തന്നെ നമ്മൾ നോക്കിയിട്ടുള്ളതായിരുന്നു. ടാക്സാണ് കുറച്ച് നമ്മൾ നോക്കാൻ വിട്ടുപോയി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനിയുള്ള എക്സാമുകളിൽ നമുക്കതൊക്കെ ഒന്ന് നോക്കണം, എല്ലാ കാര്യങ്ങളും നോക്കണം. ഇതിൻ്റെ ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളും ഇനി നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ പ്രൊവിഷണൽ ആൻസർ കീ വരുമ്പോൾ നമുക്ക് അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് ഇനി ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് 2 എക്സാമുകൾ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവർ തീർച്ചയായും അപ്ലൈ ചെയ്യുക. പിന്നെ NVTയുടെ എക്സാം ഉണ്ട്. അപ്പോൾ അത് ഇനിയിപ്പോൾ 2 മാസമേ കറക്റ്റുള്ളൂ. ഒക്ടോബർ 4-ാം തീയതിയാണ് എക്സാം പറഞ്ഞിട്ടുള്ളത്. ഓഗസ്റ്റ് സെപ്റ്റംബറിൽ വാസ്റ്റായിട്ടുള്ള സിലബസാണ്. എന്നാലും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക. ഓരോന്നും നമുക്കറിയാം, ഇപ്പോൾ ഒരു മൊഡ്യൂളിൽ മാർക്കിൻ്റെ അനുസരിച്ച് ഒരു മാർക്കിന് തന്നെ കുറേ കാര്യങ്ങൾ പഠിക്കാനുള്ള മൊഡ്യൂൾസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള തൽക്കാലം മാറ്റി നിർത്തിയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മൊഡ്യൂൾസ് ഏതാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ആ ഒരു മൊഡ്യൂൾ കണ്ടെത്തുക, എന്നിട്ട് അത് കൂടുതലായിട്ട് പഠിക്കുക. അപ്പോൾ NVT റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ക്രാഷ് കോഴ്സ് എന്ന രീതിയിൽ ചെയ്യുന്നില്ല, അല്ലാതെ യൂട്യൂബിൽ അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് തരാം. ഓക്കെ, ഫുള്ളായിട്ട് നമുക്ക് എന്തായാലും ഈ 2 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരിതില്ല. അതുകൊണ്ടാണ് ക്രാഷ് കോഴ്സായിട്ട് ചെയ്യാത്തത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് NVT റിലേറ്റ് ചെയ്തിട്ട് ഓരോ മൊഡ്യൂളിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ അത് റിലേറ്റ് ചെയ്ത ചെറിയ ചെറിയ ടോപ്പിക്ക് ക്ലാസ്സുകളായിട്ട് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൊമേഴ്സ് റിലേറ്റഡ്, BCom റിലേറ്റഡ് എക്സാമിനൊക്കെ യൂസ്ഫുൾ ആവുന്ന രീതിയിലായിരിക്കും ഇനി ഇതിൽ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഓഗസ്റ്റ് 1 മുതൽ നമ്മൾ LDCയുടെ ക്രാഷ് കോഴ്സ്, അതായത് യൂട്യൂബിൽ തന്നെ ഇപ്പോൾ നമുക്കറിയാം ഖാദി ബോർഡ് LDC ഒക്കെ വന്നിട്ടുണ്ട്, കൺഫർമേഷൻ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ എക്സാം ഒക്ടോബർ 14-നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ തരുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് അടുത്തൊരു വീഡിയോ ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇതിൽ ആൻസേഴ്സ് നോക്കാം. ജസ്റ്റ് ആൻസർ ഏതൊക്കെയാണെന്നുള്ളതൊന്ന് പറഞ്ഞു പോകാം. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് B കോഡിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ, B ആണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ജസ്റ്റ് നോക്കുക. ആൻസർ മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞു പോകുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള സെക്ഷൻസ് ഇനി എക്സാമിന് മുമ്പായിട്ട് എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ സമയത്ത് കൂടുതലായിട്ടും പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ വാല്യൂ ഓഫ് ദ ഫേം വിൽ ബി അറ്റ്, ഏതാണ്? മാക്സിമം ആണ് അല്ലേ? ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ വാല്യൂ ഓഫ് ദ ഫേം വിൽ ബി അറ്റ് മാക്സിമം. Then the process of buying securities in a market where price is low and selling where it is high. അതായത് ലോ പ്രൈസ് മാർക്കറ്റിൽ നിന്ന്, പ്രൈസ് ലോ ആയിട്ടുള്ള മാർക്കറ്റിൽ നിന്ന് സെക്യൂരിറ്റീസ് വാങ്ങിയിട്ട് പ്രൈസ് ഹൈ ആയിട്ടുള്ള മാർക്കറ്റിൽ സെക്യൂരിറ്റീസ് സെല്ല് ചെയ്യുന്നു. അതിനെ പറയുന്ന പേരെന്താണ്? ആർബിട്രേജ് എന്നാണ്. Then dash is a method commonly used to lower the market price of shares by increasing the number of shares belonging to each shareholder. ഏതാ? സ്റ്റോക്ക് സ്പ്ലിറ്റ്. സ്റ്റോക്ക് സ്പ്ലിറ്റ് ആയിട്ട് ഈ കഴിഞ്ഞ തവണ നടന്ന 2 ഓഫീസ് അസിസ്റ്റൻറ്റും പിന്നെ അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റിനൊക്കെ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? പിന്നെ ഡാഷ് ഇസ് ദ ലെവൽ ഓഫ് ഇൻവെൻറ്ററി അറ്റ് വിച്ച് ടോട്ടൽ കോസ്റ്റ് ഓഫ് ഇൻവെൻറ്ററി ഈസ് മിനിമൽ. ഏതാണ്? EOQ, ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. മെഷർ ഓഫ് എ ടോട്ടൽ റിസ്ക് ഓഫ് എ ഫേം. ടോട്ടൽ റിസ്ക് മെഷർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി, കമ്പൈൻഡ് ലിവറേജ് ആണ്. Then profit and loss account is prepared from nominal account. Profit and loss എന്ന് പറയുന്ന ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. അപ്പോൾ പ്രിപ്പയർഡ് ഫ്രം നോമിനൽ അക്കൗണ്ട് ആകും എന്നാണ് കരുതുന്നത് കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അലൗഡ് ടു പാർട്ട്നേഴ്സ് ഫോർ ഗിവിംഗ് ലോൺസ് ടു ദ ഫേം. എത്രയാ? 6%. ഡെൽ ക്രെഡർ കമ്മീഷൻ ഈസ് അലൗഡ് ടു, ആർക്കാണ്? കൺസൈനിക്കാണ് അല്ലേ? ബാഡ് ഡെപ്റ്റ്, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് ഈ ഫസ്റ്റ് പേജിൽ. എന്നാൽ ഇതിൽ ഫസ്റ്റ് പേജിലുള്ളതെല്ലാം തന്നെ നമ്മൾ യൂട്യൂബിൽ ക്ലാസ്സും ചെയ്തിട്ടുണ്ട്. കൂടാതെ MCQ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തപ്പോൾ അതിലുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതൊക്കെ. ദെൻ ദ ഷെയർ ഓഫ് ഗുഡ് വിൽ ബ്രോട്ട് ഇൻ ക്യാഷ് ബൈ ദി ന്യൂ പാർട്ട്ണർ വിൽ ബി ക്രെഡിറ്റഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ഇൻ ദ ഇയർ. അഡ്മിഷൻ്റെ സമയത്ത് പുതിയ പാർട്ട്ണർ വന്നു കഴിയുമ്പോൾ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സാക്രിഫൈസിങ് റേഷ്യോ.
Then the amount of accumulated profits at the time of admission of a partner is accumulated profit in the partners capital അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ട്രാൻസ്ഫർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇൻ്റർമീഡിയറ്റ് അപ്രോച്ച് ബിറ്റ്വീൻ നെറ്റ് ഇൻകം ആൻഡ് നെറ്റ് ഓപ്പറേറ്റിംഗ് ട്രഡീഷണൽ അപ്രോച്ചാണ്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെയൊക്കെ അപ്രോച്ചസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് യൂട്യൂബിൽ ക്ലാസ് തന്നിട്ടുണ്ട്. കൂടാതെ ഈ MCQ പ്രൊവൈഡ് ചെയ്തപ്പോൾ അതിലും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളതാണ്. ഇനി അടുത്തത് കോസ്റ്റ് അറൈസിങ് ഔട്ട് ഓഫ് ഫെയിലിയർ ഓഫ് കസ്റ്റമേഴ്സ് ടു പേ ഓൺ ഡ്യൂ ടൈം. ഏതാണ്? ഓപ്ഷൻ എ, ഡിലിൻക്വൻസി കോസ്റ്റ് ആണ് വരുന്നത്. ഡിലിൻക്വൻസി കോസ്റ്റ്. Dash is corporate net profit distributed among shareholders of the company. Dividend അല്ലേ? Which of the following statements are true about cash management? രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ക്യാഷ് മാനേജ്മെൻറ്റ് ആയി റിലേറ്റ് ചെയ്ത് ഇതിൽ കറക്റ്റ് ആയത് ഏതാണ്, ട്രൂ ആയത് ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഏത് വരും ആൻസർ? ഓപ്ഷൻ 1 എന്ന് പറയുന്നത് നോക്കിയേ, ക്യാഷ് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ് ആർ അഡോപ്റ്റഡ് ടു മിനിമൈസ് ദ ഓപ്പറേറ്റിംഗ് ക്യാഷ് ബാലൻസ് റിക്വയർമെൻറ്റ്സ്. അത് കറക്റ്റാണ് അല്ലേ? ഇനിയോ ഹയർ ദ പീരീഡ് ഓഫ് ക്യാഷ് സൈക്കിൾ ദ ഹയർ ഈസ് ദ ക്യാഷ് ടേൺ ഓവർ. അത് തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് വരുന്നത്. ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ. ദെൻ അക്കോർഡിംഗ് ടു തിയറി ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർ എങ്ങനെയാണ്? അൺചേഞ്ച്ഡ് ആയിരിക്കും അല്ലേ? റെലവൻ്റ് അല്ല എന്നല്ലേ പറയുന്നത്. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർ ഈസ് അൺചേഞ്ച്ഡ് ഈവൻ ആഫ്റ്റർ ദി പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ്. In the event of dissolution of a firm, individual assets of the partners are first used for the payment of. ഇവിടെ ഇത് രണ്ട് രീതിയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഒന്നാമത്തെ നോക്കി, അതായത് ഡിസൊല്യൂഷൻ്റെ സമയത്ത് പാർട്ട്നേഴ്സിൻ്റെ ഇൻഡിവിജ്വൽ അസറ്റ് എന്ത് പേയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മളല്ലാതെ പഠിക്കാറുണ്ട്. ഡിസൊല്യൂഷൻ്റെ സമയത്ത് ആദ്യം നമ്മൾ പേ ഔട്ട് ചെയ്യേണ്ടത് ആർക്കാണ്? പുറത്തുള്ള അല്ലേ, അതായത് ക്രെഡിറ്റേഴ്സ് അങ്ങനെയുള്ളവർക്കാണ്. പക്ഷേ ഇവിടെ എടുത്ത് പറയുന്നുണ്ട് ഇൻഡിവിജ്വൽ അസറ്റ്സ് ഓഫ് ദ പാർട്ട്നേഴ്സ് ആർ ഫസ്റ്റ് യൂസ്ഡ്. അങ്ങനെ വരുമ്പോൾ ഓപ്ഷൻ ബി ആണ് എനിക്ക് തോന്നുന്നത്. പാർട്ട്നേഴ്സ് പേഴ്സണൽ ലയബിലിറ്റി ആണ്. പിന്നെ ക്രെഡിറ്റേഴ്സാണ് അല്ലാത്ത രീതിയിലാണെങ്കിൽ നമ്മൾ പറയേണ്ടത്. ഓക്കെ, പുറത്തുള്ള ഔട്ട്സൈഡേഴ്സിന് പേ ചെയ്തിട്ട് വേണം ഡിസൊല്യൂഷൻ്റെ സമയത്ത് ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ. അപ്പോൾ ഇവിടെ ഇൻഡിവിജ്വൽ അസറ്റ് ഓഫ് ദി പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷൻ ബി ആയിരിക്കും വരുന്നത്. എമൗണ്ട് സെറ്റ് എസാർഡ് ടു മീറ്റ് ലോസസ് ഡ്യൂ ടു ബാഡ് ഡെപ്റ്റ് പ്രൊവിഷൻ. ഗുഡ്സ് ഗിവൺ ആസ് സാമ്പിൾസ് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു. സാമ്പിളിൻ്റെ കാര്യം, ചാരിറ്റി അങ്ങനെയുള്ളതൊക്കെ നമ്മൾ പറഞ്ഞതായിരുന്നു. അതിലേത് വരും? ക്രെഡിറ്റഡ് ടു പർച്ചേസ് അക്കൗണ്ട് ആണ് വരുന്നത്. പർച്ചേസസ് അക്കൗണ്ട്. ദെൻ ദ കൺസർവേറ്റിസം കൺസെപ്റ്റ് ഈസ് അപ്ലൈഡ് ഇൻ ദ ഏരിയ ഓഫ്. ഇതിലാണ് ഓപ്ഷൻ എ ആണ് വരുന്നത്. കൺസെപ്റ്റ് എടുത്തപ്പോൾ നമ്മൾ എടുത്ത് പറഞ്ഞ കാര്യമാണ് ഇൻവെൻറ്ററീസിൻ്റെ കാര്യം അല്ലേ? ഓപ്ഷൻ എ ആണ് വരുന്നത്. ദെൻ ഡിപ്രിസിയേഷൻ ഈസ് കമ്പ്യൂട്ടഡ് ഇൻ ആൻ അക്കൗണ്ടിംഗ് പാക്കേജ് അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾ ലേ ഡൗൺ ഇൻ. ഇതിൽ മാച്ചിങ് പ്രിൻസിപ്പിൾ അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ എന്ന രീതിയിൽ പറയാൻ പറ്റും. അതും ജസ്റ്റ് ഒരു ഡൗട്ട് ഉണ്ട് കേട്ടോ, നിങ്ങൾ നോക്കുക. ഇതിൻ്റെയൊക്കെ ആൻസർ അല്ലാതെ അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ which among the following is the reason for inverse relation between price and demand? Inverse relation, price and demand വരുന്നത് substitution effectum വരുന്നുണ്ട്, income effectum വരുന്നുണ്ട്. ഓപ്ഷൻ ബി, only 1 and 2. In the following statement, select the right alternative. അഡ്മിനിസ്ട്രേർഡ് പ്രൈസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസസ് ആർ ഫിക്സഡ് ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് കമ്പനീസ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇൻ ഫുൾ കോസ്റ്റ് പ്രൈസിംഗ് എ ഫെയർ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഈസ് ആഡഡ് എലോങ് വിത്ത് ദ കോസ്റ്റ് പ്രൈസ്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് റൈറ്റ് ആയിട്ടുള്ളത്, ശരിയായിട്ടുള്ളത് ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഏത് വരും? ഇതിൽ ഓപ്ഷൻ ബി, സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഇൻകറക്റ്റ്. Then if any change in price does not affect quantity demanded, it can be due to ഏതാണ്? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? അതിൽ കറക്റ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. നോർമൽ പ്രൈസ് റെഫേഴ്സ് ടു ദ ലോങ് പീരീഡ് പ്രൈസ് അറ്റ് വിച്ച് ലോങ് ടേം ഡിമാൻഡ് ഈക്വൽസ് ടു ഷോർട്ട് ടേം സപ്ലൈ. The cost element has greater impact in the determination of long run price. 4 കാര്യങ്ങൾ, രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് കറക്റ്റായിട്ട് ഇതിൽ വരുന്നത്? ഇതിൽ ഒരു ഡൗട്ടുണ്ട്, അതുകൊണ്ട് ഇത് തൽക്കാലം നമുക്ക് വിടാം. പിന്നെ ഉള്ളത് the internal economics of scale does not include disintegration ആണ്. does not include economics of disintegration. then Henry Fayolയുടെ ഫങ്ഷൻസ് എന്താണ്? ഫങ്ഷൻസിൽ വരാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഹെൻറി ഫയോളുടെ ഫങ്ഷൻസിൽ വരാത്തത് ഏതൊക്കെയാണ്? ഓപ്ഷൻ സ്റ്റാഫിങ്ങും ഇല്ല,
ഡയറക്റ്റിങ്ങും ഇല്ല അല്ലേ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓപ്ഷൻ ബി, ബോത്ത് 1 and 2. Then contributories to classical theories of management. Classical theories of management എല്ലാവരും വരും, all of them ആണ്. Then the process of short circuiting the chain of superiors from ultimate authority to the lowest level in the organization. Gang plan. Scalar chain ഉണ്ട്, gang plan ഉണ്ട്. അപ്പോൾ സ്കാലാർ ചെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അല്ലേ. അതിൽ ഇങ്ങനെയുള്ള ഷോർട്ട് സർക്യൂട്ടിനെ പറയുന്നതാണ് ഏത്, gang plan എന്ന് പറയുന്നത്. ഓക്കെ. Then description of minimum knowledge, skill and abilities that are required to perform a job in an organization satisfactorily are termed as job specification. In management, which among the following is not true about planning function? ഏതാണ്? ഓപ്ഷൻ ബി ആണ്. പ്ലാനിങ് ഈസ് വൺ ടൈം അല്ല, അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ തെറ്റായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ളത്. Read the following statement and select the correct choice given below. Sunk cost is irrecoverable and is not relevant to the present decision making. ഇത് നമ്മൾ എക്സാമിന് പോകുന്നതിന് തൊട്ട് മുമ്പ് അല്ലേ, ഞാൻ കുറച്ച് വെറുതെ ഇങ്ങനെ ഓഡിറ്റിംഗ് ആയി റിലേറ്റ് ചെയ്ത് ഓഡിറ്റ് പ്രൊസീജിയർ, നോട്ട്ബുക്ക്, വർക്കിംഗ് പേപ്പർ അങ്ങനെ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ടെലഗ്രാമിൽ. അപ്പോൾ ഇട്ട ഒരു കാര്യമാണ് ഈ സങ്ക് കോസ്റ്റ് എന്താണെന്നുള്ളത്. സങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്, ഇറിക്കവറബിൾ ആണ്, പ്രസൻറ്റ് ഡിസിഷൻ മേക്കിങ്ങിന് റെലവൻറ്റും അല്ല അല്ലേ. പിന്നെ പീരീഡ് കോസ്റ്റ് എന്ന് പറയുന്നതോ വേരിയബിൾ കോസ്റ്റ് അല്ല, അത് ഫിക്സഡ് കോസ്റ്റ് ആണ്. പീരീഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് ആണ്. അതുകൊണ്ട് ആൻസർ വരുന്നത് ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ് ആണ്. ഇനി 32ൻ്റെ ആൻസർ വരുന്നത് 12,000 ആണ് കേട്ടോ. 12,000 ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ക്ലാസ് ചെയ്യുമ്പോൾ പറയാം. ഇത് നമ്മൾ നേരത്തെ തന്നെ യൂട്യൂബിൽ പഠിച്ചതാണ്. ലേബർ റേറ്റ് വേരിയൻസ് അതിൻ്റെ ഇക്വേഷനൊക്കെ അതിൽ കിടക്കുന്നുണ്ട്. ദെൻ most suitable pricing method for material issues at the time of rise in prices. ഫാൾ ആകുമ്പോൾ ഫിഫോ ആയിരുന്നു, അപ്പോൾ റൈസ് ആകുമ്പോൾ ഏതാണ്, ലിഫോ ആണ്. ഓപ്ഷൻ ബി. അടുത്തത് ഹാൽസി പ്ലാൻ വെച്ചിട്ട് കണ്ടുപിടിക്കാനാണ് 34ാമത്തെ ഓപ്ഷൻ വരുന്നത്. 900 ആണ്. 900 ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ ഓവർ ഹെഡായിട്ട് റിലേറ്റ് ചെയ്ത് കറക്റ്റ് ആയത് ഏതാണ്? ഇതിൽ overhead cannot be directly traced to a product or service. Overhead can be fixed, variable or semi-variable. Rent and utilities are treated as overhead. ഏതാ വരുന്നത്? ഓപ്ഷൻ സി ആണ് വരുന്നത്. All are correct. ഓപ്ഷൻ സി. 36ൽ ജോയൽ ഡീൻ്റെ, ഇത് അദ്ദേഹത്തിൻ്റെ തന്നെയാണ്. ഇതിൽ ഈ ഒരു സെൻറ്റൻസ് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഏതിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഏതിലാണ് വരിക? ഓൾ യു ക്യാൻ അഫോർഡ് അപ്രോച്ച്. ഓൾ യു ക്യാൻ അഫോർഡ് അപ്രോച്ചിലാണ് വരുന്നത്. 36 ബി ആണ് ആൻസർ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? മാർജിനൽ പ്രൊഡക്റ്റ് ഇസ് ദ ചേഞ്ച് ഇൻ ടോട്ടൽ പ്രൊഡക്റ്റ് റിസൾട്ടിംഗ് ഫ്രം ദ ചേഞ്ച് ഇൻ വേരിയബിൾ ഇൻപുട്ട്. അത് കറക്റ്റാണ്. ദെൻ മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് ദ സ്ലോപ്പ് ഓഫ് ആവറേജ് പ്രൊഡക്റ്റ് കർവ്. തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് വരുന്നത്. 38 സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഡസ് നോട്ട് ഇൻക്ലൂഡ്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് അല്ലാത്തത് ഏതാണ്? 38 അല്ലാത്തത് ഏതാ വരുന്നത്? ഓപ്ഷൻ സി ആണ്. ഒപ്പീനിയൻ പോൾ മെത്തേഡാണ് വരുന്നത്. ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ബിസിനസ് സൈക്കിൾ തിയറി. ബിസിനസ് സൈക്കിൾ തിയറി അല്ലാത്തത് ക്ലാർക്സ് ഡൈനാമിക് തിയറിയാണ്. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് ആൻസർ. ഇത് നമ്മൾ കുറേ തവണ അല്ലേ ഏതിലായിരുന്നു, MCQയിലും എടുത്തതായിരുന്നു. ഇത് നേരെ ഓപ്പോസിറ്റ്, ഇത് രണ്ടും തെറ്റാണ്. നേരെ ഓപ്പോസിറ്റ് ചെയ്താൽ മതിയായിരുന്നു അല്ലേ. സബ്സ്റ്റിറ്റ്യൂട്ട് ആകുമ്പോൾ പോസിറ്റീവ് ആയിരിക്കും ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്, കോംപ്ലിമെൻ്ററി ആകുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, തെറ്റാണ്. ബോത്ത് 1 and 2 ആർ ഇൻകറക്റ്റ്. Then the profit volume ratio can be improved by profit volume ratio എങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും? ഇൻക്രീസിങ് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ്. Then the process of recording actual time spent by a worker on various jobs during his period of attendance in the factory. Actual time spent by a worker. അത് ടൈം കീപ്പിംഗ് ആണോ ടൈം ബുക്കിംഗ് ആണോ? ടൈം ബുക്കിംഗ് ആണ്. ഓക്കെ, ടൈം ബുക്കിംഗ്. Which of the following statement regarding material losses are true? മെറ്റീരിയൽ ലോസസ് ആയിട്ട് റിലേറ്റ് ചെയ്തത് ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? സ്പോയിലേജസ് ശരിയാണ്, മെറ്റീരിയൽ സ്ക്രാപ്പ് ശരിയാണ്, ഡിഫക്റ്റീവിൻ്റെ കാര്യം ശരിയാണ്. ഓൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ആണ് വരുന്നത്. ഇനി PV റേഷ്യോ തന്നിട്ടുണ്ട്, ടോട്ടൽ സെയിലും തന്നിട്ടുണ്ട്. അങ്ങനെയാണ് വേരിയബിൾ കോസ്റ്റ് കണ്ടുപിടിക്കുക അല്ലേ. നമുക്കറിയാം കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ് PV റേഷ്യോ. ആ ഇക്വേഷൻ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് കിട്ടുന്നത്. Then which of the following statements are correct?
3 സ്റ്റേറ്റ്മെൻറ്റ് കോസ്റ്റ് റിഡക്ഷനായി റിലേറ്റ് ചെയ്ത് 3 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? 1ഉം 3ഉം ശരിയാണ്. രണ്ടാമത്തേതെന്ന് പറയുമ്പോൾ ടെമ്പററി റിഡക്ഷൻ അല്ല, കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പെർമനൻറ്റ് റിഡക്ഷൻ ഇൻ കോസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 1 and 3 ആർ കറക്റ്റ്. റീഅറേഞ്ച് ദ ഫോളോയിങ് സ്റ്റെപ്സ് ഇൻ കൺട്രോളിംഗ് പ്രോസസ് ഇൻ ദ കറക്റ്റ് സീക്വൻഷ്യൽ ഓർഡർ. നമ്മൾ +2 മുതൽ പഠിക്കുന്നതാണ് അല്ലേ, +1 +2 മുതൽ. നമുക്കറിയാലോ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ദെൻ വിച്ച് among the following needs is not included in McClellan 3 needs motivation of theory. ഇതിൽ വരാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോട്ട് ഇൻക്ലൂഡഡ് ഏതാണ്? ഓപ്ഷൻ എ, അഫെക്ഷൻ ആണ് വരാത്തത്. ദെൻ മാനേജീരിയൽ ഗ്രിഡ് തിയറി ഓഫ് ബ്ലേക്ക് ആൻഡ് മോർട്ടൺ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിലേതാണ് വരുന്നത്? ബ്ലേക്ക് ആൻഡ് മോർട്ടൻ്റെ വിച്ച് ഓഫ് ദ ലീഡർഷിപ്പ് സ്റ്റൈൽസ് ആർ മെൻഷൻഡ് ഇൻ മാനേജീരിയൽ ഗ്രിഡ് തിയറി? ഓൾ ഓഫ് ദീസ് ആണ്. ഇംപ്രൊവൈസ്ഡ് മാനേജർ, മിഡിൽ ഓഫ് ദ റോഡ് മാനേജർ, കൺട്രി ക്ലബ് മാനേജർ ആൻഡ് ടീം മാനേജർ. 49 TQM ആയിട്ട് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻ്റ് ആയിട്ട് റിലേറ്റ് ചെയ്ത് 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? ഏത് വരും? TQM is a customer driven initiative. TQM focus on everyone to take responsibility for quality. അപ്പോൾ നോക്കുമ്പോൾ ഓപ്ഷൻ ബി ആണ്. ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ് ആണ് മനസ്സിലാവുന്നത്. ഇനി ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ്. ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡിൽ വരുന്നത് ജോബ് റൊട്ടേഷൻ, കോച്ചിങ്, അപ്രൻറ്റൈസ്ഷിപ്പ്. ഓൺലി 1, 2 and 3. ദെൻ പ്ലേസിംഗ് ഓഫ് സെക്യൂരിറ്റീസ് ദാറ്റ് ആർ അൺകോട്ടഡ് വരുന്നത് പ്രൈവറ്റ് പ്ലേസിങ്ങിലാണ്, പ്രൈവറ്റ് പ്ലേസിംഗ്. Then which among the following methods cost of rising is very high? കോസ്റ്റ് ഓഫ് റൈസിങ് ഏറ്റവും കൂടുതലുള്ളത് ഏതിലായിരിക്കും? അത് ഇതിൽ തന്നെയാണ്. എന്താണ്? പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിലാണ് വരുന്നത്. വിച്ച് among the following statement are correct about BSc സെൻസസ് ആയിട്ട് റിലേറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? BSc സെൻസസ് ആയിട്ട് റിലേറ്റ് ചെയ്ത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എത്രത്തോളം എങ്ങനെയൊക്കെ വരുന്നുണ്ടെന്ന് അറിയാമല്ലോ. ഇതിൽ ഓപ്ഷൻ 1, 3 and 4 കറക്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓപ്ഷൻ ഡി. എസ്റ്റാബ്ലിഷ് ചെയ്തത് 1986 ആണ്. ഇതിൽ ബേസ് ഇയർ വരുന്നത് 78-79 ആണ്. പിന്നെ ഡോളറും ഫ്രീ ഫ്ലോട്ട് വെയ്റ്റഡ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ്. അപ്പോൾ 1, 3 and 4 കറക്റ്റാണ്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ടു ബി ഫോളോഡ് ഫോർ റിസ്ക് മാനേജ്മെൻറ്റ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക് ബേസ്ഡ് 2 norms. വിച്ച് എമംഗ് ദ ഫോളോയിങ് ആർ ട്രൂ അബൌട്ട് NSDL ആയിട്ട് റിലേറ്റ് ചെയ്ത് ശരിയായിട്ടുള്ളത് ഏതാണ്? NSDL ആയിട്ട് ശരിയായിട്ടുള്ളത് ഏതാണ്? 55ാമത്തത് 2, 3, 4 ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഒന്നാമത്തെ തെറ്റാണ്. എസ്റ്റാബ്ലിഷ് ചെയ്തത് 2000-ലല്ല. ദെൻ ദ ലീഗൽ ഡോക്യുമെൻറ്റ് ദാറ്റ് ഔട്ട്ലൈൻസ് കമ്പനീസ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഫോർ സെയിൽ ആർ നോൺ ആസ് ഏത് വരും? ഓപ്ഷൻ ബി, പ്രോസ്പെക്ടസ്. ദെൻ എ പേഴ്സൺ ബിക്കംസ് എ മെമ്പർ വെൻ ഹി ഓർ ഷീ ബോത്ത് എ ആൻഡ് ബി സബ്സ്ക്രൈബർ ഓഫ് മെമ്മോറാണ്ടം ഓഫ് ദ കമ്പനിയും അതോടൊപ്പം തന്നെ എഗ്രീസ് ഇൻ റൈറ്റിംഗ് ടു ബിക്കം ദി മെമ്പറും വരും. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് വരുന്നത്. വിച്ച് ടൈപ്പ് ഓഫ് കമ്പനി ക്യാൻ കമൻസ് ഇസ് ബിസിനസ് ഫ്രം ദ ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ? ഏത് കമ്പനി? ഓപ്ഷൻ ബി, പ്രൈവറ്റ് കമ്പനിക്കാണ് അല്ലേ കമൻസ് ചെയ്യാൻ സാധിക്കുന്നത്. പ്രൈവറ്റ് കമ്പനിയാണ്. 59 എ കമ്പനി ക്യാൻ ചേഞ്ച് ഇറ്റ്സ് നെയിം ബൈ പാസിംഗ് സ്പെഷ്യൽ റെസൊല്യൂഷൻ വിത്ത് ദ അപ്രൂവൽ ഓഫ് സെൻട്രൽ ഗവൺമെൻറ്. ഓപ്ഷൻ ബി. വിച്ച് among the following document explains the fundamental conditions upon which alone company is allowed to be incorporated? ഏത് ഡോക്യുമെൻറ്റിലാണ് ഫണ്ടമെൻ്റൽ കണ്ടീഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നതാണ് ക്വസ്റ്റ്യൻ. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. Then the minimum post issue paid up capital of a company for IPO listing security. IPO listing security ഇപ്പോൾ 10 crores. ഓപ്ഷൻ എ 10 crore ആണ്. Then the process by which a listed company issue new shares follow on public offer. Which one of the following are not correct about SEBI? SEBI ആയിട്ട് റിലേറ്റ് ചെയ്ത് കറക്റ്റ് അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് വരും കറക്റ്റ് അല്ലാത്തത്? 3ഉം 4ഉം അല്ലേ? 3 and 4. അതായത് ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ സെക്യൂരിറ്റീസ് ആക്റ്റും പിന്നെ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഓൺ ഏപ്രിൽ. ഇത് രണ്ടുമാണ് തെറ്റായിട്ടുള്ളത്. ദെൻ നെയിം ദ വേൾഡ്സ് ലാർജസ്റ്റ് ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് കോൺട്രാക്ട് ട്രേഡഡ്. അത് NSE ആണ്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. ഫസ്റ്റ് എക്സ്ചേഞ്ച് ഫോർ സ്മോൾ കമ്പനി OTCI, ഓവർ ദ കൗണ്ടർ. Then the doctrine that explains person dealing with the company is presumed to know the contents of public document. ഏതാണ്? ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്. ഓപ്ഷൻ സി ആണ് വരുന്നത്.
Then, which among the following section under Companies Act 1956 explains the provision about statement in lieu of prospectus? Statement in lieu of prospectus വരുന്ന section 70-ലാണ്. An unlisted company can issue sweat equity shares as per ഏത് സെക്ഷൻ അനുസരിച്ചാണ് അൺലിസ്റ്റഡ് കമ്പനിക്ക് സ്വെറ്റ് ഇക്വിറ്റി ഇഷ്യൂ ചെയ്യാൻ സാധിക്കുന്നത്? സെക്ഷൻ 54. The first annual general meeting of a company can be held in within 9 months. അല്ലേ, ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് വിത്തിൻ 9 months. ഓപ്ഷൻ സി ആണ് വരുന്നത്. Who cannot file a petition for winding up റിലേറ്റ് ചെയ്തിട്ട് എന്താണ് പെറ്റീഷൻ ഫയൽ ചെയ്യാൻ സാധിക്കാത്തത് ആർക്കാണ്? പ്രൊമോട്ടേഴ്സ്. Then, which one of the following is the correct combination of demographic? Demographic ആണ് ചോദിച്ചിട്ടുള്ളത്. ഡെമോഗ്രഫിക്കിൽ ഓപ്ഷൻ ബി ആണ്. ഇവിടെ ഒരു ഏരിയ ഉണ്ട് അല്ലേ, അത് ജിയോഗ്രഫിക് എന്ന് പോയില്ല, അപ്പോൾ ഓപ്ഷൻ ബി ആണ് എനിക്ക് തോന്നുന്നു. Then the following sub components, namely transportation, inventory control and warehousing ഒക്കെ ഏത് മാർക്കറ്റിംഗ് മിക്സിലെ ഏത് എലമെൻറ്റിൽ വരുന്നതാണ്? ഓപ്ഷൻ എ പ്ലേസ് ആണ്. The number of different product line offered by a company in its product mix is called product width എന്നാണ് പറയുന്നത്. ഓപ്ഷൻ ഡി product width. 74ാമത്തെ ക്വസ്റ്റ്യൻ. Mr. X purchased a new 55-inch television and after the purchase he feels that the picture clarity is not good and the audio effect is also too bad. The mental dissatisfaction of the consumer. അതിന് എന്ത് പറയുന്നു? മെൻ്റൽ ഡിസ്സാറ്റിസ്ഫാക്ഷൻ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അതിന് നമുക്ക് ഓൾ ഓഫ് ദീസ് പറയാം. ഓക്കെ, കൺസ്യൂമേഴ്സ് റിമോഴ്സ്, പോസ്റ്റ് പർച്ചേസ് ഡിസോണൻസ്, കോഗ്നിറ്റീവ് ഡിസോണൻസ്. ദെൻ നോട്ട് എ സ്റ്റേജ് ഇൻ ഐഡാസ് തിയറി ഓഫ് പേഴ്സണൽ സെല്ലിംഗ്. ഇതിൽ വരാത്തത് ഏതാണ് വരാത്തത്? ഓപ്ഷൻ സി ആറ്റിറ്റ്യൂഡാണ്. ദെൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 ഇൻവെൻ്ററി, ഇവാലുവേഷൻ ഓഫ് ഇൻവെൻ്ററി ആണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 എന്ന് പറയുന്നത്. അടുത്ത 77ാമത്തെ ക്വസ്റ്റ്യനിൽ ഇതിൽ നമുക്കറിയാം ഒരാളുടെ, അതായത് മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തു? വെൻ ക്യാഷ് ഈസ് റിസീവ്ഡ് ഫ്രം മിസ്റ്റർ എക്സ് നോ എൻട്രി ഈസ് മെയ്ഡ് ഇൻ ദ ക്യാഷ് ബുക്ക് ബൈ ദ ക്യാഷ്യർ. മിസ്റ്റർ എക്സിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടിയപ്പോൾ ക്യാഷ്യർ ഒരു എൻട്രിയും നടത്തിയില്ല. എന്നിട്ട് അദ്ദേഹം അത് പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ആ പണം യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ മിസ്റ്റർ വൈ ക്യാഷ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ മിസ്റ്റർ എക്സിൻ്റെ ക്യാഷ് റിസീവിൻ്റെ സ്ഥാനത്തേക്ക് ഇട്ടു. ഇതിന് ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ലാപ്പിംഗ് എന്ന് പറയാൻ സാധിക്കും. ഈ ഒരു പ്രോസസ്സ് ലാപ്പിംഗ്, അതായത് ഒരാളുടെ മറ്റേ ആളിലേക്ക് ഇട്ട് മറയ്ക്കുന്നതിന്, അങ്ങനെ ചെയ്യുന്നതിന് ലാപ്പിംഗ് എന്നാണ്. പക്ഷേ ഇവിടെ മിസ് അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ് എന്ന രീതിയിൽ വരുവാണെങ്കിൽ ടീമിങ് ആൻഡ് ലാഡിങ്ങും വരുന്നതാണ്. ഓക്കെ, കറക്റ്റ് ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് ലാപ്പിംഗ് ആണ്, അല്ലെങ്കിൽ മിസ് അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ് എന്ന് പറയുമ്പോൾ ടീമിങ് ആൻഡ് ലാഡിങ്ങും വരും. അതുകൊണ്ട് ഇതൊരു ഡൗട്ടുണ്ട്. ഇനി 78ാമത്തേത്. A casual vacancy of an auditor in a company caused by resignation of an auditor can be filled by. ഏതാണ് 78ാമത്തെ വരുന്നത്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. Which one of the following is a civil liability of an auditor of a company? സിവിൽ ലൈബിലിറ്റി, ക്രിമിനൽ ലൈബിലിറ്റി ഉണ്ടല്ലേ. അപ്പോൾ സിവിൽ ലൈബിലിറ്റിയിൽ വരുന്നത് ഏതാണ്? ലൈബിലിറ്റി ഓഫ് മിസ്ഫിയൻസ് ആണ്. ദെൻ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന കമ്പൽസറി ആണോ? അല്ല, നൺ ഓഫ് ദീസ് ആണ് വരുന്നത്, നൺ ഓഫ് ദി അബവ്. Then, which is the exception to the general rule taxation of previous year's income during the assessment year? Option D, both A and B. അടുത്തത് the taxable amount of annual accretion ആണ് ചോദിച്ചിട്ടുള്ളത്. 82ാമത്തെ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ ബി ആണ് വരുന്നത്. നമുക്ക് പിന്നെ ചെയ്യാം കേട്ടോ, എന്താണെന്നുള്ളത് കറക്റ്റ് ചെയ്യാം. 83ാമത്തെ നമുക്കൊരു ഡൗട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രൊവിഷണൽ വരുമ്പോൾ നോക്കാം. അടുത്തത്, ഇൻ ദ കേസ് ഓഫ് ലെറ്റ് ഔട്ട് ഹൗസ് ദ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഡിഡക്റ്റബിൾ അണ്ടർ സെക്ഷൻ 24 ടേക്കൺ ഫോർ ദി പർച്ചേസ് കൺസ്ട്രക്ഷൻ ഓർ റിപ്പയർ ഓഫ് ദ ഹൗസ് പ്രോപ്പർട്ടി റിലേറ്റിംഗ് ഇൻ ദ പ്രീവിയസ് ഇയർ ഈസ് ഓപ്ഷൻ എ 2 lakh. 2 lakh അതാണ് ഒരു ഇത് കേട്ടോ. അടുത്തത് 85ാമത്തെ വരുന്നത് അലൗവബിൾ ഡിഡക്ഷൻ ആണ്. അലൗവബിൾ ഡിഡക്ഷൻ വരുന്നത് എക്സൈസ് ഡ്യൂട്ടി. ദെൻ ആൻ ഓഡിറ്റർ ഈസ് എ വാച്ച് ഡോഗ് ആൻഡ് നോട്ട് എ ബ്ലഡ് ഹോണ്ട്. അത് ഏതാണ്? കിങ്സ്റ്റൺ മിൽസ് ആണ്. അതൊക്കെ ഓഡിറ്റിങ്ങിൻ്റെ തുടക്കത്തിലുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളതാണ് അല്ലേ. പിന്നെ ഇൻസ്റ്റലേഷൻ ഓഫ് മെഷീനറി ഈസ് ഡെബിറ്റഡ് ടു ദി സൺട്രി എക്സ്പെൻസ് അക്കൗണ്ട്. ഏതാണ്? ഇറർ ഓഫ് പ്രിൻസിപ്പിൾ ആണ് വരുന്നത്, ഇറർ ഓഫ് പ്രിൻസിപ്പിൾ. ദെൻ കറൻറ്റ് ഫയൽ ആൻഡ് പെർമനൻറ്റ് ഫയൽ, ഇത് ഓഡിറ്റ് ഫയലാണ്, അപ്പോൾ ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് ആവാനാണ് സാധ്യത, ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ. പിന്നെ നോട്ട് എ മെത്തേഡ് ഫോർ ഒബ്റ്റെയിനിങ് ഓഡിറ്റ് എവിഡൻസ്, ഓഡിറ്റ് എവിഡൻസിൻ്റെ മെത്തേഡ് അല്ലാത്തത് ഏത് വരും? 89ാമത്തേത് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. ദെൻ ലെറ്റർ ഓഫ് വീക്ക്നെസ് വരുന്നത് ഓപ്ഷൻ സി ഇൻറ്റേർണൽ കൺട്രോളിനാണ്, ഇൻറ്റേർണൽ കൺട്രോൾ. ഇനി സെക്ഷൻ 54B capital gain is exempted from tax, capital gain arising from the transfer of agricultural land.
92ാമത്തെ മിസ്റ്റർ എക്സ് ഇസ് ഗെറ്റിംഗ് എ ഫാമിലി പെൻഷൻ ഓഫ് ₹30,000 per annum. ദ ടാക്സബിൾ എമൗണ്ട് ഓഫ് ഫാമിലി പെൻഷൻ 15,000 ആണ് വരുന്നത് ടാക്സബിൾ എമൗണ്ട്. 93ാമത്തേത് അത് നമുക്ക് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം കേട്ടോ, കറക്റ്റ് ഒരു ഡൗട്ടുണ്ട്. 94ാമത്തേത് വരുന്നത് ഏതാണ്? The taxable income of an individual during the previous year is ₹4,35,000. The rebate available to him under section 87A ഇത് വരും 12,500 അല്ലെങ്കിൽ ഇത് എന്ന് ഏതാണോ ലെസ്, അപ്പോൾ 9,250 ആണ് വരാൻ ചാൻസ്, ഓപ്ഷൻ ബി. ദെൻ 95ാമത്തേത് ഇവിടെ സിവിയർ ഡിസേബിൾഡ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് എന്ന് പറഞ്ഞത് കൊണ്ട് ഓപ്ഷൻ സി 1,25,000 ആണ് വരുന്നത്. 96ാമത്തേത് കൺസ്യൂമർ പ്രൊമോഷൻ സ്കീം അല്ലാത്തത് ഏതാണ്? നോട്ട് എ കൺസ്യൂമർ പ്രൊമോഷൻ സ്കീം, പുഷ് മണി. പിന്നെ മാരുതി സുസുക്കിയുടെ കാര്യത്തിൽ പുഷ് ബ്ലെൻഡ് ആണ് വരുന്നത്. ഓക്കെ, സ്പെൻഡ് ഹ്യൂജ് എമൗണ്ട് ഫോർ അഡ്വർടൈസിങ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ ഫോർ ഇൻക്രീസിങ് ദ സെയിൽ ഓഫ് ദെയർ കാർ, ഏതാണ്? പുഷ് ബ്ലെൻഡ് ആണ് വരുന്നത്. ദെൻ എ ഹൈ ക്വാളിറ്റി car manufacturer adds a lower priced car into its line of prestige car by reducing the quality and sell the same at a lower price is called trading down. Option C, trading down. When the product passes through this stage of product life cycle, competition becomes severe. അതേതാണ്? മെച്യൂരിറ്റിയിലാണ് അല്ലേ? സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നു, പക്ഷേ കോമ്പറ്റീഷൻ സിവിയർ ആവുന്നു, എന്നിട്ട് പ്രോഫിറ്റ് ഫാൾ ചെയ്യാൻ തുടങ്ങുന്നത് മെച്യൂരിറ്റിയാണ്. PLC നോക്കിയാൽ മതി. ഇനി ഇതിൽ the strategy of highlighting one powerful positive feature of the product in advertising to win against competition, ഏത് സ്ട്രാറ്റജിയാണ്? യൂണിക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ ആണ് വരുന്നത്, യൂണിക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ 2-3 ക്വസ്റ്റ്യൻസ് നമുക്കൊരു ഡൗട്ടുള്ളത് മാറ്റി നിർത്തിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ക്ലാസ്സുകളൊക്കെ എത്രത്തോളം യൂസ്ഫുൾ ആയിരുന്നു എന്നുള്ളതും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് പഠിക്കുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സെക്ഷൻസും, ഇപ്പം ടാക്സ് ഒക്കെ കുറച്ചുകൂടി നമ്മൾ നോക്കണം ഇനി അല്ലേ, പ്രോബ്ലംസ് നോക്കണം. ബാക്കി ഒരുവിധം ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഒരു 10-12 ഒഴിച്ചു നിർത്തിയാലും ബാക്കിയുള്ളതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മാർക്ക് എത്രയുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ.